1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. ജഡത്തിൽ പ്രാർത്ഥിച്ചാൽ എന്ത് പറ്റും? കുഴഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം പറഞ്ഞേ? 100 മാർക്ക് ഒരു ക്യാഷ് പ്രൈസ് തരുന്നുണ്ട്. അല്ല, അതിനൊക്കെ കൊടുക്കണം. സത്യം പറഞ്ഞാൽ അതിന് കൊടുക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ജഡത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച് കുഴഞ്ഞു കിടക്കുന്ന പെന്തക്കോ സമൂഹത്തോട് ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന, ഈ ജഡത്തിലുള്ള പ്രാർത്ഥന നിർത്ത്. എന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കേ. ആത്മാവിന്റെ പ്രാർത്ഥന എവിടെ നടക്കുന്നത്? ഏത് ലേഖനത്തിലാണ് നടക്കുന്നത്? റോമാലേഖനത്തിൽ. എംബോസിഷൻ എഴുതിക്കൊണ്ടുപോവാ. ഇല്ല, കറക്റ്റ് പ്രാർത്ഥന റോമാലേഖനത്തിൽ 8-ാം അധ്യായം. അതും തെറ്റിച്ച് എല്ലാം തെറ്റിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് വായിച്ചോട്ടാ. 8-ാം അധ്യായത്തിന്റെ വാക്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, വാക്യം പറഞ്ഞുതരാം. എടുത്തു വെച്ച് വായിക്കല്ലേ. കറക്റ്റായിട്ടുള്ള വാക്യം മാത്രം വായിച്ചാൽ മതി. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങൾ വായിച്ചാൽ. കുറച്ച് വായിക്കും. അൽവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു മതി. ആത്മാവിലുള്ള പ്രാർത്ഥന, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിട്ടുപോയ കാര്യങ്ങൾ വരെ പ്രാർത്ഥിക്കും. നിന്റെ കഷ്ടതയുടെ അവസ്ഥയെക്കുറിച്ച് പ്രാർത്ഥിക്കും. നിന്റെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രാർത്ഥിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പ്രാർത്ഥിക്കും. നീ ഇന്ന് അനുഭവിക്കുന്ന ബേഡൻ എന്താണോ അത് മുഴുവൻ ആത്മാവ് നിന്നിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ വിശേഷത. ഒരു ദിവസം അരമണിക്കൂർ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, കുറഞ്ഞത്. ഇന്ന് ഏകദേശം 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. രാവിലെ, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. സാധാരണ പ്രാർത്ഥനയില്ല, ആത്മാവിൻ്റെ പ്രാർത്ഥന. ചക്ക തരണേ, മാങ്ങ തരണേ, തേങ്ങ തരണേ, ഭാര്യയെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കണമേ, ജോലി കിട്ടണമേ, വിസ കിട്ടണമേ, അത് കിട്ടണമേ, ഇത് കിട്ടണമേ, ഉദ്യോഗ കയറ്റം കിട്ടണമേ, പ്രമോഷൻ കിട്ടണമേ, ഇന്നുള്ള ശമ്പളത്തേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടണമേ. അതിനുവേണ്ടി കിടന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന പെന്തക്കോസ്തുകാരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, പത്രോസ് നമ്മളെ ഒന്ന് തട്ടി ഉണർത്തുക. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക. സുബോധമുള്ള പ്രാർത്ഥന ആത്മാവിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് ഇഷ്ടം അനുസരിച്ചാണ് അവൻ പക്ഷപാതം ചെയ്യുന്നത്. നമ്മളൊരു ഫ്ലൈറ്റ് തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അത് ആത്മാവ് നമ്മളോട് പറയത്തില്ല. ആത്മാവിൻ്റെ പ്രാർത്ഥനയിൽ ഫ്ലൈറ്റ് വരത്തില്ല, ലോറി വരത്തില്ല, BMW വരത്തില്ല, ഏക്കർ കണക്കിന് സ്ഥലം വരത്തില്ല. ആത്മാവിൻ്റെ പ്രാർത്ഥനയിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശുദ്ധീകരണത്തിനാവശ്യമായ പ്രാർത്ഥനകൾ. ദേഹം, ദേഹി, ആത്മാവ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ രാജ്യത്ത് ചെല്ലാൻ ആവശ്യമായ പ്രാർത്ഥനകളാണ് ആത്മാവിൽ ദൈവം പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കുറേ പേര് പറയുന്നുണ്ട് ചക്ക തരും, മാങ്ങ തരും, കാറ് തരും, വീട് തരും. അതിനൊന്നും ഞാൻ എതിരല്ല. അതിനുവേണ്ടി സ്തോത്രം പറഞ്ഞങ്ങ് വിട്ടേക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ. ഒരു കാറ് വേണമെങ്കിൽ കർത്താവേ എനിക്ക് താമസിക്കാൻ, എനിക്ക് പോകാൻ ഒരു വാഹനം വേണം കർത്താവ്. അത് BMW ഒന്നും ചോദിക്കണ്ട, ഒരു ചെറിയ വാഹനം എനിക്ക് വേണം, ആവശ്യമായിരിക്കുന്നു. അതിനായി സ്തോത്രം തീർന്നതോടെ. നിനക്ക് താമസിക്കാനാണെങ്കിൽ ഒരു ചെറിയ വീട് കർത്താവ് എനിക്കൊരു ഭവനമില്ല, ഒരു ഭവനം തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് യോഗ്യമായി തന്നോളൂ. ഈ സഹോദരൻ പറഞ്ഞ കാറൊക്കെ ഇറക്കി തരുന്ന പാസ്റ്റർമാരുണ്ട്. ബ്രാൻഡ് പറഞ്ഞാൽ മതി, അങ്ങ് ഇറക്കി തരും.
ഇറക്കിത്തരും. അവസാനം നരകം കൂടി കിട്ടും എൻ്റെ കൂടെ. നാളൊരു ബിരുദൻ എങ്ങോട്ട് പോകാനിരിക്കുക സിസ്റ്റർ? ഞാൻ കുവൈറ്റിലോ അവിടെ കണ്ട് പോകാനിരിക്കുക. കുവൈറ്റിലല്ല, ഞാൻ അമേരിക്ക വിടാൻ പോകാതില്ലേ. എന്നിട്ട് ഈ പുള്ളി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഫീലായത്, എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. നിങ്ങളെപ്പോലെ 10 പേര് പോയിട്ട് വേണം എനിക്കൊന്ന് ഇരിപ്പുറപ്പിക്കാൻ. എങ്ങനെയുണ്ട്? 10 പേര് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ദശാംശം പിടിച്ച് പറിച്ച് സൂഹിക്കണം. അതാണ് അവൻ്റെ ആ ഭാഷ. മൂടാ വിഡ്ഢി, നീ ഇത് കേട്ട് മാനസാന്തരപ്പെട, അല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അല്ലില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ പ്രാർത്ഥിക്കണം നമ്മൾ. സ്തോത്രം. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, നമുക്ക് ആത്മാവിനോട് പറയുന്നതിലേക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം, ഏതൊക്കെ വിഷയം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വാരി വലിച്ച് പ്രാർത്ഥിക്കും. ഈ വെള്ളിയാഴ്ചയൊക്കെ ചർച്ചകളിൽ ചെന്നാൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ 3 സഹോദരിമാരും 3 സഹോദരന്മാരും പ്രാർത്ഥിക്കും. ചിലപ്പോൾ അത് 4-5 പേരൊക്കെ പ്രാർത്ഥിക്കും. അത് ടേപ്പ് റെക്കോർഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കുക. ഒരാൾ പറഞ്ഞത് ഏക്കാത്തതുകൊണ്ട് മറ്റൊരാൾ പ്രാർത്ഥിക്കുക, ആ മറ്റൊരാൾ പറഞ്ഞ് ഏക്കാത്തതുകൊണ്ട് വേറൊരാൾ പ്രാർത്ഥിക്കുക, അത് പറഞ്ഞത് ഏക്കാത്തതുകൊണ്ട് സഹോദരന്മാർ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജന്മം കളയുന്ന പെന്തോക്കോസുകാരെ, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പം നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പക്ഷപാതം ചെയ്യും. എന്തെന്ന്? വേണ്ട പ്രാർത്ഥന, ശരിയായ പ്രാർത്ഥന. എന്താ നിന്റെ ആവശ്യം, സെൽഫ് നീഡ്? ഈ സമയത്ത് നിനക്ക് എന്താ വേണ്ടത്? അതിൽ ചിലപ്പോൾ ഭൗതികവും കാണും, ആവശ്യങ്ങളും കാണും, നന്മകളും കാണും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാണും, അഭിഷേകം കാണും, കൃപാവരങ്ങൾ കാണും, പോരാട്ടത്തെ ജയിക്കാനുള്ള ആത്മബലം, ആത്മശക്തി കാണും. പിശാച് പോരാടി നിൽക്കുമ്പോൾ അതിന് ജയിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ഹല്ലേലൂയ. ആത്മശക്തിയോടെ നാം പോയി ദൈവവചനം പറഞ്ഞാൽ ഭൂതം താനെ പോകും. അത് തലയെ കെട്ടി കൈവച്ച് കിടന്ന് ചാടയൊന്നും വേണ്ട. അതിനിടയ്ക്ക് പറഞ്ഞ് പതിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഷ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അതിശയം തോന്നിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചാൽ പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചേ? ഇങ്ങനെ പപ്പ അടിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നേ? ഹല്ലേലൂയ. ഈ മെസ്സേജ് കേട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ കേൾക്കുന്ന ഏത് സമയമാണ് തീരുമാനം എടുക്കണം? ഇനി എൻ്റെ പ്രാർത്ഥന ഞാൻ ആത്മാവിലായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടതെന്തെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടും പോലെയുള്ളത് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ വാരി വലിച്ച് പ്രാർത്ഥിക്കും. നമുക്കറിയാം, ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് കുടഞ്ഞു കിടക്കുന്ന ഒരു പെന്തക്കോസ്ത് സമൂഹം, ജീർണിച്ച് കിടക്കുന്ന ഒരു സമൂഹമായി ഇന്നത്തെ പെന്തക്കോസ്ത് തീർന്നിരിക്കുക. കുടഞ്ഞു കിടക്കുക. അവര് പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലുമില്ല. വിടുതൽ കിട്ടിയവന് കോടിക്കണക്കിന് കിട്ടി, അത് ദൈവം കൊടുത്തെന്നും പറഞ്ഞ് അവൻ നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സ്വത്രം. ദൈവമക്കളെ, ഒരാത്മീകന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു സമ്പന്നനാകാൻ പറ്റത്തില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുത്തനും ഒരു ധനാഢ്യനാകാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ ധനാഢ്യനായാൽ അവൻ്റെ ധനം ആരാ കൊടുക്കുന്നത്? പറഞ്ഞോ? സാത്താൻ കൊടുക്കും. എങ്ങനെ അത് മനസ്സിലാവും? പ്രൂഫ് ചെയ്യുക. എങ്ങനെ മനസ്സിലാവും? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവും സാത്താനുമായിട്ടുള്ള സംഭാഷണം. നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരും. അടുത്ത് ഇതെങ്കിൽ വരമേൽപ്പിച്ചിരിക്കും. ഈ ലോകം അതിൻ്റെ പ്രതാപം പിശാചിൻ്റെ കയ്യിലാ, ദുഷ്ട പിശാചിൻ്റെ കയ്യിലാ. ഈ ലോകത്തിൻ്റെ പ്രഭു പിശാചാ. ഈ ലോകത്ത് ഇപ്പോൾ ഭരിക്കുന്നത് പിശാചാ. ഇന്ത്യ ഭരിക്കുന്നത് മോദിയാണെങ്കിലും, അമേരിക്ക വരുന്നത് ട്രംപ് ആണെങ്കിലും, ഇസ്രയേൽ ഭരിക്കുന്നത് ബെഞ്ചമിൻ ആണെങ്കിലും, അതിൻ്റെ ഒരു ഇന്നർ ഭരണം, പൈശാചിക ഭരണം സാത്താനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ദൈവസഭയെ വിടുവിച്ചെടുക്കാനാ ദൈവപുത്രൻ രക്തം ചൊരിഞ്ഞത്. അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കാനാണ് കാഹളം ധ്വനിച്ച് കർത്താവ് വരുന്നത്.
ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ച്. ഗലാത്യർ 1:3 അറിയാമോ? വായിച്ച് പെട്ടെന്ന് വായി. ഭയങ്കര ഒരു വാക്യമാണ്. പൗലോസിന്റെ ഒരു വലിയ പ്രയോഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിൽ ബലപ്പെട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1:3. മതി. ഇപ്പോഴത്തെ ദുഷ്ടലോകം, പെന്തക്കോസ്തുകാരെ ഏക്കർ കണക്കിന് ഭൂമിയും കോടിക്കണക്കിന് രൂപയും സമ്പാദിച്ചു വെച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. നോ, തെറ്റിപ്പോയി. ഈ ദുഷ്ടലോകത്ത് സമ്പാദിക്കുന്നത് മുഴുവൻ ദുഷ്ടൻ്റെതാണ്. എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ വിറ്റുപറക്കി ദരിദ്രർക്ക് കൊടുക്കണം. ഈ ദുഷ്ടലോകത്ത് നമ്മെ വിടിവിച്ചു. ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല. അതും ദൈവഹിതപ്രകാരം ചെലവഴിക്കണമെന്നൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്കൊരു ബുദ്ധി ഉപദേശമുണ്ട്. കാരണം എന്നോടും അങ്ങനെ ആ ദൈവദാസൻ എന്നെ പറഞ്ഞ് പ്രബോധിപ്പിച്ച ദൈവഹിതപ്രകാരം ആ സ്വത്ത് വിനിയോഗിക്കണം. അല്ലാത്ത നിലയിൽ വിനിയോഗിക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനായിട്ട് വിനിയോഗിക്കരുത്. സ്തോത്രം. എന്നാൽ സുവിശേഷം വിറ്റ് തിന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സുവിശേഷം വിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും കോടീശ്വരന്മാരാകാൻ പറ്റുകയില്ല. അങ്ങനെ കോടീശ്വരനായാൽ നിങ്ങൾക്ക് ആ ധനം തന്നത് ദൈവമല്ല, നല്ല സൂപ്പർ സാത്താനാണ് തന്നത്. ആ ധനം നിങ്ങളുടെ കയ്യിലിരുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ വലിച്ചു കെട്ടി നരകത്തിൽ കൊണ്ടേ തള്ളും. അതുകൊണ്ട് സുവിശേഷം വിറ്റ് കാശുണ്ടാക്കിയ മാന്യ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. സക്കായി ചെയ്ത അതാ. സക്കായി സുവിശേഷനൊന്നും അല്ലായിരുന്നു. ഒരു നല്ല യഹൂദനും ഒരു നല്ല മനസാക്ഷിയുള്ളവനായിരുന്നു. യേശുവിനെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ കാണാനെങ്കിലും ഒരു ആഗ്രഹം അവനുണ്ടായല്ലോ. നിക്കോദോമസിനും യേശുവിൻ്റെ അടുക്കൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായല്ലോ. പല പരീശന്മാർക്കും പല ശാസ്ത്രിമാർക്കും അങ്ങനെ ആഗ്രഹം ഇല്ലാതിരുന്നപ്പോൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടായല്ലോ. ആഗ്രഹം കൊണ്ട് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നല്ലോ. വന്നപ്പോൾ എന്തു പറ്റി? സക്കായിയുടെ സ്വർഗരാജ്യ പ്രവേശന തടസ്സമായ ധനം അവൻ തന്നെ ക്രമീകരിച്ചു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, നീ എന്തിനാടോ ഇത്ര കാശ് വെച്ചുകൊണ്ടിരിക്കുന്നത്, വിറ്റു കൊടുക്കടാ മുടിഞ്ഞവനെ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. യേശുവിനെ കണ്ടു, യേശുവിൻ്റെ സാന്നിധ്യം. എനിക്കത് വന്നെ അത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുക. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ഹോളി പ്രസൻസ് കർത്താവിൻ്റെ മുൻപാകെ നിന്നപ്പോൾ അവർ കുറ്റബോധമുണ്ടായി, പാപബോധമുണ്ടായി. ചിന്തിച്ച്, പരിശുദ്ധാത്മാവിൽ ഉള്ളിൽ കിടന്ന് അന്യഭാഷ പറയുന്ന എത്ര എണ്ണം ഉണ്ട് വ്യാജമായി പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇന്ന് വരെ ഒരു പാപബോധമില്ലാത്ത എത്ര പെന്തക്കോസ്ത് പാസ്റ്റർമാരുണ്ട്. ദുർപദേശം പറയുന്നവർ വിശ്വാസികളുണ്ട്. അന്യഭാഷയിൽ കിടന്ന് തകർത്താടുകയാണ് അവരൊക്കെ. ഒരു പാപബോധവുമില്ല. 8 പോക്കറ്റും 10 പോക്കറ്റുമായിട്ട് നടക്കുക, വല്ലവനും തിന്നാൻ, വല്ലവൻ്റെ കാശടിച്ചു മാറ്റാൻ. എനിക്ക് വലിയ വേദനയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയുള്ള വികൃതമായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാനൊരു സുവിശേഷകനാണ്, എനിക്ക് വേദനയുണ്ട്. എൻ്റെ ചങ്കിന് വേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടും. അതിന് ഞാൻ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് പറയാനില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഒരുത്തനെ കെട്ടിയെടുത്തുകൊണ്ട് വന്നു. ഞങ്ങളുടെ പാസ്റ്റർമാരും വ്യഭിചാരികളാണെന്ന് പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വ്യഭിചാരം ചെയ്ത് ഞങ്ങളുടെ പാസ്റ്റർമാർ, അസോസിയേഷൻ പാസ്റ്റർമാരുടെ കൂടെ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാര്യമാർ പോയി വ്യഭിചരിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കുന്നു. എന്നാലും ഞങ്ങൾ വളർച്ച പ്രാപിക്കുന്നു. എന്ത് വളർച്ചയാണ് പ്രാപിക്കുന്നത്? ഭൗതികമായ വളർച്ച, ആത്മീയ വളർച്ച അല്ല ദൈവമക്കളെ. ഇവർക്ക് ആർക്കും ആത്മീയ വളർച്ച പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. ഒരുത്തനുണ്ടല്ലോ, പൗലോസ് ലേഖനങ്ങളിലൂടെ വിശ്വാസികളെ മുഴുവൻ തെറ്റിച്ചെന്നും പറഞ്ഞ് എഴുതി പ്രസംഗിച്ചു വെച്ചു. ഞങ്ങളൊക്കെ അതിനെ രൂക്ഷമായിട്ട് കണ്ണിച്ചു കളഞ്ഞു. പൗലോസ് തെറ്റിച്ചില്ല, നീയാണ് ജനത്തെ തെറ്റിച്ചുകൊണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി മടങ്ങി വാ, അല്ലെങ്കിൽ നിത്യ നരകം നിന്റെ മുമ്പിലുണ്ടെന്ന് നിന്നെ ഓർപ്പിക്കുക. പൗലോസിന് തെറ്റ് പറ്റിയില്ല. പൗലോസ് സുവിശേഷം പ്രസംഗിച്ച് ദിവ്യമായ ഉപദേശ സത്യങ്ങൾ 10-14 ലേഖനം എഴുതി ദൈവസഭയ്ക്ക് തന്നിട്ട്, ഞാൻ നല്ല പൂർവ്വം ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ച് പൗലോസ് എന്ത് ചെയ്തു? രക്തസാക്ഷിയായി വിശുദ്ധന്മാരുടെ സംഘത്തിൽ ചേർക്കപ്പെട്ടു. അവർ പ്രസംഗിച്ചു വെച്ച വചനം പാസ്റ്റർമാരെ തെറ്റിച്ചെന്നും പറഞ്ഞു വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും വിളിച്ചു പറഞ്ഞ് കാശുണ്ടാക്കുന്ന
നിങ്ങൾക്കിത് പറയാൻ എങ്ങനെ നാവ് പൊങ്ങിയെന്ന് ഞാൻ ചോദിക്കുക. കണക്ക് നിങ്ങൾ ദൈവത്തോട് തീർത്തു. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വലിയ വേദനയുണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ. ഞാൻ ചില സമയത്ത് ഇതൊക്കെ ഇരുന്ന് ഞാൻ കരയാറുണ്ട്. ദൈവമക്കളെ, ആത്മീയ ഗോളത്തിൽ എങ്ങനെ ഇറങ്ങി വചനം പ്രസംഗിക്കും, എങ്ങനെ ഇറങ്ങി ഒരു പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കും. മറ്റുള്ളവർ കാർക്കിച്ച് തുപ്പും നമ്മുടെ മുഖത്ത്. അതുപോലെയാണ് ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളും ജലപ്രകാരമുള്ള സഹോദരങ്ങൾ, രക്ഷിക്കപ്പെടാത്തവരുടെ സഹോദരൻ അടുക്കൽ ചെല്ലുമ്പോൾ ഒരിക്കലും എൻ്റെ ഒരു സഹോദരൻ ഒരു തട്ടിപ്പിൻ്റെ ക്ലിപ്പ് വെച്ച് എന്നെ കേൾപ്പിക്കുക. ഞാൻ കേൾക്കട്ടെ എന്ന് കരുതി. ഇവിടെ വെച്ചോടുന്ന സംഭവമാണ്. നമ്മൾ അനിയൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ ആ പ്രസംഗം പറയുന്ന തട്ടിപ്പും വെട്ടിപ്പും ഞാൻ കൂടി കേൾക്കത്തക്ക നിലയിൽ ഒച്ചത്ത് വെക്കുന്നതിനാ. സാഞ്ചേട്ടൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, ഉപദേശി നിങ്ങളുടെ കൂട്ടുകാരൻ പ്രസംഗിക്കുന്ന ആൾ വേണമെങ്കിൽ കേട്ടോ എന്നുള്ള നിലയിൽ അവൻ പ്രസംഗിക്കുന്നു. അവനെനിക്ക് അത് വെച്ച് എന്നെ കേൾപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് വേദനയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്തിയിട്ട് ശുദ്ധമായ ദൈവവചനം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാത്തവനായി നിൽക്കാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തോണമാകട്ടെ. നീ പ്രസംഗിച്ചാൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുമ്പോൾ 8 പോക്കറ്റിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അവിടെ കിടന്ന് ഡാൻസ് ആടേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പരമരവേശ എന്നൊരു പാട്ട്, നല്ല ഭക്തൻ എഴുതിയ പാട്ടെടുത്ത് അതിനെ നശിപ്പിച്ചു. ലോകത്തിൻ്റെ മുൻപാകെ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റി. കണക്ക് ദൈവത്തോട് കൊടുത്തു. എനിക്കതേ പറയാനുള്ളൂ. പ്രായം കൂടിയതുകൊണ്ടിരിക്കുക ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. സ്തോത്രം. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഈ കാണുന്ന സുവിശേഷം വിറ്റ് തിന്നുന്ന എല്ലാ വൃത്തികേടുകളുടെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കർത്താവ് എന്ന് സഭയെ ചേർക്കാൻ പോകും. കർത്താവ് എന്ന് സഭയെ ചേർത്ത് കഴിയുമ്പോൾ പിന്നെന്താ നടക്കാൻ പോകുന്നത്? വേറൊരു ക്രിസ്തു, മറ്റൊരു ക്രിസ്തു വന്ന് ഈ 8 പോക്കറ്റുള്ളവരെയും പിന്നെ വ്യാജ സുവിശേഷകന്മാരെയും കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും അമ്മാനമാടാനിടയായിത്തീരും. അപ്പോഴാണ് വെളിപ്പാട് 9 ഒരു വാക്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭവന പ്രാർത്ഥനയ്ക്കായിട്ട് അത് വായിച്ചു. അതൊന്ന് വായിച്ചു വിട്ടാൽ നന്നായിരുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലെ പ്രസിദ്ധമായൊരു വാക്യം. ഞാനത് ഇഷ്ടംപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മരിക്കുന്നവരെയും പിന്നെയും പിന്നെയും പ്രസംഗിക്കും. കാരണം ഇത് കേട്ടെങ്കിലും ചിലരൊക്കെ എന്ത് ചെയ്യട്ടെ. ഇവിടെ ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് പറയും ഇതൊക്കെ കേട്ടെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടട്ടെ. 9-ന്റെ 1 മുതൽ അങ്ങ് വായിച്ചോ, വേണമെങ്കിൽ ഒന്ന് കുറച്ച് വായിച്ചോ. 5-ാമത്തെ ദൂതനൂതി. ഒരു നക്ഷത്രം ആകാശത്ത് ഭൂമി വീണു. ഭൂമി വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ അഗാധ കൂപത്തിന്റെ താക്കോൽ തിരിച്ച് ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ അപ്പൊ പോയി സൂര്യനാകാന്റെ കാഴ്ച പോയി. അടുത്ത് വെട്ടുക്കിളി പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിന് ശക്തി ലഭിച്ചു. തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും കേടുവരുത്തരുത് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുന്നത് പോലെ ഉള്ള വേദന പോലെ തന്നെ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മനുഷ്യൻ മരിപ്പാൻ കൊതിക്കും. മതി മതി മതി. സത്യവേദ പുസ്തകത്തിലെ അതിവിദൂര ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ് പറയുന്നത്. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം ഗുണം പിടിക്കാത്ത പെന്തക്കോസുകാർ, കൈവിടപ്പെട്ടു പോയ പെന്തക്കോസുകാർ അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാനിവിടെ വായിച്ചു കേട്ടത്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ വായിച്ചത് എന്താ? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല.
ദൈവത്തിൻ്റെ വചനത്തിൽ വിശപ്പും ദാഹവും വരുന്നു. ഇവിടെ ഇതാ അതിനേക്കാൾ ഭീകരമായ അവസ്ഥ. മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും, മരിപ്പാൻ കൊതിക്കും, പറ്റത്തില്ല. മഹോദരകാലത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന പാസ്റ്റർ സാമാണെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വരും. എനിക്കതേ ഉള്ളൂ പേടി. ഇന്നത്തെ ആരെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആരെ ഭയപ്പെടുന്നു? വിശ്വാസി ആരെ ഭയപ്പെടുന്നു എന്നൊരു പാട്ടുണ്ട്. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങേറ്റം മാക്സിമം വന്നാൽ നമ്മളെ തല്ലും, നമ്മളെ കൊല്ലും. അത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുള്ള അനുഭവങ്ങളാണ്. പത്രോസും യോഹന്നാനും പൗലോസും യാക്കോബും യൂദയൊക്കെ രക്തസാക്ഷികളായെങ്കിൽ ഞാനും നീയും എന്തിനാണ് നമ്മളെ സേഫാകാനായിട്ട് ആഗ്രഹിക്കുന്നത്? AC റൂമിൽ കിടന്ന് വിലസി സ്വർഗത്തോട്ട് പോകാനാണോ താല്പര്യം? നടക്കില്ല പ്രിയമുള്ളവരെ. പത്യവചനം പ്രസംഗിക്കുന്നവനെ ദൈവം കൊല്ലും. അല്ല, ദൈവമല്ല, പിശാച് കൊല്ലും. സ്തോത്രം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിച്ചു. പ്രവൃത്തി പുസ്തകം 6-7 അധ്യായത്തിൽ അവരുടെ പ്രസംഗം കിടപ്പുണ്ട്, ആ സംഭവം കിടപ്പുണ്ട്. മരിക്കാൻ നേരത്ത് സ്തെഫാനോസ് എന്ത് ചെയ്യുക? ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞു മരിച്ചു. സ്തെഫാനോസ് എവിടെ പോയി? സ്തെഫാനോസിന്റെ മരണം സ്വീകരിക്കാൻ ദൈവപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക. വെൽക്കം സ്തെഫാനോസ്. ഇവിടെ കല്ലേറ് കൊണ്ട് മരിച്ചു വരുന്ന സ്തെഫാനോസിനെ സ്വീകരിക്കാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ദൈവപുത്രൻ ഇരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ ഇവിടെ ഇതാ ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിനു വേണ്ടി? പീഡ അനുഭവിച്ച് കഷ്ടതയിലൂടെയും മരണത്തിലൂടെയും സ്വർഗത്തിലേക്ക് വരുന്ന സ്തെഫാനോസിനെ വെൽക്കം പറഞ്ഞ് സ്വീകരിക്കുവാൻ ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവമക്കളെ, എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ? പീഡ അനുഭവിച്ച് മരിക്കേണ്ടി വന്നാലും സാരമില്ല, സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്. ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വ്യഥ അനുഭവിക്കുന്ന ദൈവവൈതലേ, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു ഓർത്ത് നീ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിരുന്നാൽ നിനക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് സന്തോഷിക്കാം. നിനക്ക് രൂപാന്തര ശരീരവും 1000 ആണ്ട് വാഴ്ചയും പുതിയ ആകാശം പുതിയ ഭൂമിയിലെയും അവകാശം കർത്താവ് നിനക്ക് തരും, എനിക്ക് തരും. ഞാനത് വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത്. വല്ലവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന അടിച്ചെടുക്കാനല്ല. ആരെങ്കിലും സന്തോഷത്തോടെ തന്നാൽ മാത്രം സ്വീകരിക്കും. സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി വളച്ചൊടിച്ചുള്ള പ്രസംഗങ്ങളില്ല. സാമ്പത്തികം അത് അവരുടെ നിന്ന് എങ്ങനെയെങ്കിലും കവർന്നെടുക്കാനുള്ള ജാലവിദ്യകളൊന്നും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. കാരണം വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുള്ള വചനം എൻ്റെ പുസ്തകത്തിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ പുസ്തകത്തിലുണ്ട്. 2-3 പുസ്തകം, പല ഭാഷമാരുടെ പുസ്തകത്തിൽ അതില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ കിടന്ന് ഓടുന്നത്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ പാസ്റ്റർമാർ വന്നു കഴിയുമ്പോൾ പാസ്റ്റർ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഞാൻ വന്നു, എനിക്കിനി ഇവിടെ നിന്ന് ഖത്തറിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ദുബായിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ? കുവൈറ്റിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ? പാവം പിടിച്ച പാസ്റ്റർമാരും സഹോദരന്മാർ പറയും, ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെയുണ്ട്, പേപ്പർ മേടിച്ച് തരാം, അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയും. പാസ്റ്റർമാർ തവള ചാടുന്ന പോലെ ഇവിടെ നിന്ന് ഒറ്റച്ചാട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ചാടി 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 ലക്ഷങ്ങളുമായിട്ടാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ ഉള്ള കൃപ മുഴുവൻ പോയിരിക്കും. കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അതിനായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? വിട്ടോടിയിട്ട് എന്ത് ചെയ്യാനാ പൗലോസ് പറഞ്ഞേ? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുത്തുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഒരു കമാൻഡിങ് ചെയ്യുന്നു, ഒരു കമാൻഡർ. അതെ, പൗലോസ് ഒരു കമാൻഡറാണ് ദൈവസഭയുടെ. സ്തോത്രം. അദ്ദേഹം ആജ്ഞാപിക്കുക. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലോസ് ഗലാത്യർ 1:1 അവൻ ആജ്ഞാപിക്കുക, ദ്രവ്യാഗ്രഹം വിട്ടോടുക.
ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കടിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. പല മോഹങ്ങൾ, ഒരു മോഹമല്ല, പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളത് വിട്ടോ. ദ്രവ്യാഗ്രഹം വിട്ടോടാനാണ് പൗലോസ് പറയുന്നത്. ഇന്നത്തെ പാസ്റ്റർമാരുടെ ശുശ്രൂഷകന്മാരുടെ റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന കള്ളപ്രവാചകന്മാരോടും പുരോഹിതന്മാരോടും ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദ്രവ്യാഗ്രഹം വിട്ടോടെ. എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ കിട്ടുന്നതും മേടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പോകും. അവിടെ കിടന്ന് പെറുപിറുക്കാതെ. ഞങ്ങളൊക്കെ പോകുന്നിടത്ത് തരാനില്ലാത്തവർക്ക് കൊടുത്ത് പ്രസംഗിച്ച പാരമ്പര്യമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് പറയുന്നേ. ഇല്ലാത്തവൻ്റെ അടിച്ചു മാറ്റുന്നല്ല സുവിശേഷം. ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരു ബുക്ക് ചെയ്തു ഒരു പാസ്റ്റർ. ഈ കേരളത്തെ കിടുകിട ഉറപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഡേറ്റ് പ്രസംഗിക്കാൻ പറ്റിയില്ല. പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഡേറ്റ് ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡേറ്റ്, പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഡേറ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. സോറി, അങ്ങനെ സംഭവം. ബുക്ക് ചെയ്ത പാസ്റ്റർ, ഇന്റർനാഷണൽ പാസ്റ്റർ പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രസംഗിച്ച ആ ദിവസം എനിക്ക് പല പ്രസംഗങ്ങൾ വന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ പറ്റുള്ളൂ. അവസാനം പാവം പിടിച്ചും പൊയ്ക്കൊണ്ടിരുന്ന ഭാര്യയും മക്കളെയും കൂടി നുള്ളിപ്പറക്കിയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു 800 ഉണ്ടായിരുന്നു. അത് വിറ്റ് ഈ ഗുണം പിടിക്കാത്തവന് കാശ് കൊടുത്ത് പ്രസംഗിപ്പിച്ചു. എന്ത് വിശേഷത! കണ്ടം വഴി ഓടിക്കണ്ടേ ആ സമയത്ത്? അതിനുള്ള ആർജവം പാസ്റ്റർമാർക്ക് ഉണ്ടാകണം. കാശ് കൊടുത്തിട്ട് പറയണം ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് പറയണം. പാസ്റ്റർ കാശ് കൊടുക്കണം. നിങ്ങളെ ഞാൻ ബുക്ക് ചെയ്തു, നിങ്ങളെ പറഞ്ഞ അനുസരിച്ച് കാശ് ഞാൻ തന്നു, നിങ്ങളിവിടെ പ്രസംഗിക്കേണ്ട, ഞാൻ ആ കൺവെൻഷൻ മാറ്റി വെച്ചിട്ട് പാസ്റ്റർ കാശ് തന്നാൽ പോരെ. അപ്പോഴേ അദ്ദേഹം പഠിക്കുള്ളൂ. ഇങ്ങനെയുള്ള സുവിശേഷകന്മാർ, ദൈവസഭയെ കേടുവരുത്തുന്നവർ, ദൈവസഭയ്ക്ക് ലജ്ജയായിട്ടുള്ളവർ, ദൈവസഭയുടെ മഹത്വത്തിന് കളങ്കം വരുത്തുന്നവർ, ദ്രവ്യാഗ്രഹികൾ കുമിളുപോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗത്തിന് വിരാമം ഇടുകയാണ്. പത്രോസ് പറയുന്ന വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി സകലത്തിന് മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരുന്നു. നിർമ്മതരെന്ന് പറഞ്ഞാൽ മതമില്ലാത്തവർ, അഹങ്കാരമില്ലാത്തവർ. സുവിശേഷകന്മാർ വലിയ അഹങ്കാരികളാണിന്ന്. ഒരു സ്റ്റേജിൽ ഒരു പാസ്റ്ററിൻ്റെ മരിച്ചുപോയ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയും മക്കളെയും വെച്ച് ഒരു ഓവർസിയർ പരസ്യമായി ശാസിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തി. ഇവരൊക്കെ എന്നാ ശുശ്രൂഷകന്മാരാണെന്ന് ചോദ്യചിഹ്നം അന്ന് തൊട്ടേ ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അഹങ്കാരമില്ല, സുബോധമുള്ളവരും നിർമ്മതരെന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്തവരായിരിക്കുക. സകലത്തിനു മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കും. അപ്പം അതിഥി സൽക്കാരം പുതിയ നിയമസഭയ്ക്കുണ്ട്. 2-3 പേർ പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്ത് ഒരു ചായയെങ്കിലും ഒരു കടിയെങ്കിലും കൊടുത്ത് വിടണം. അത് പൊത്തത്തിലുള്ളതാണ്. ഇന്ന് പലർക്കും അത് അറിയത്തില്ല. പലരും കൊടുക്കുന്നുണ്ട്, വമ്പൻ ചാപ്പാട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? കാശ് വിടുങ്ങാൻ. നല്ല ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കാശ് ഇടുമല്ലോ, അതിനുവേണ്ടി. അതൊന്നുമല്ല, വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കൊടുത്ത് വിടുക, അതിഥികളെ സൽക്കരിക്കുക. നാം അല്ലാതെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അത് അതിഥിയാണ്. അത് പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ അവരതിഥിയാണ്. അവരെ എന്ത് ചെയ്യണം? മാനിക്കണം. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഞാൻ ഈ ഉപദേശം പറയുമ്പോൾ കറതീർന്നങ്ങ് പറയും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കാരണം പിന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? സ്തോത്രം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാർ. 1 കൊരിന്ത്യർ 4:1 വായിച്ചേ. സൂരി എന്താ 1 കൊരിന്ത്യർ 4:1 ഗ്രഹവിചാരന്മാർ? 1 കൊരിന്ത്യർ 4:1 വായിച്ചേ. ഗ്രഹവിചാരൻ.
ആ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. പാസ്റ്റർമാരെ, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ഗ്രഹവിചാരകന്മാരാ, ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാരാ. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ചിട്ടി നടത്തിയും മണിച്ചെയിൻ നടത്തിയും ലോട്ടറി വിറ്റിയും ലക്ഷക്കണക്കിന് രൂപ ലോട്ടറി എടുത്ത് വിറ്റ് മേശയിൽ തട്ടിലിട്ട് വിറ്റ് കാശ് മേടിച്ച് തിന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അപമര്യാദയായി മാതൃകയില്ലാത്തവരായി തീരുന്നവരായി നിങ്ങൾ തീരരുത്. നിങ്ങൾ ഗ്രഹവിചാരന്മാരാ. ദൈവസഭയെ ഉപദേശം പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിൽ ഒരുക്കി നിർത്തേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. 11 വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് സ്വോത്രം ചെയ്യാം. സ്വോത്രം 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. സ്വോത്രം 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 സ്വോത്രം. 1 പത്രോസ് 4-ാം അധ്യായത്തിലെ സത്യം ദൈവദാസനെ കൂടി കേൾക്കുവാൻ കർത്താവ് ആഴമായ വചനം ഈ കർത്താവ് ഇന്ന് നിമിഷം കഥ 1 മണി വരെ ഈ വചനം കേൾക്കുവാൻ വചനത്തിന്റെ പരിശുദ്ധാത്മയാക്കി ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വലിയൊരു ആത്മീയ കൂട്ടായ്മ ദൈവം പങ്കുതരാൻ സ്തോത്രം. കർത്താവ് അവിടെ നീ ഈ വചനം കേട്ട എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കണമേ. കർത്താവിന്റെ അവരുടെ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ജനം ഒരുക്കുക ഈ ഉപദേശ സത്യം ലോകം മൊത്തം പടരുവാനുള്ള കൃപ പരിശുദ്ധാത്മാ പകരണമേ. ഈ അപ്പോഴ്സ് ഉപദേശത്തിലേക്ക് അനേകം മക്കൾ മടങ്ങി വരുവാനുള്ള കൃപ, അനേകം സഭകൾ ഉണരുവാനുള്ള കൃപ പരിശുദ്ധാത്മാ പകരണ ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവ് ദൈവമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യാം.